ഹായ്. നമസ്കാരം പ്രിയരെ. അതെ, നിങ്ങളോടാണ് ഇന്ന് എനിക്ക് ഇത്തിരി പറയാനുള്ളത്. അത് നിങ്ങൾ കേട്ടാൽ മാത്രം പോരാ. ഞാൻ നിങ്ങളോടാണ് എപ്പോഴും സംസാരിക്കാറുള്ളതെന്നറിയാം, പക്ഷേ ഇന്ന് ഇത്തിരി പ്രത്യേകിച്ച് നിങ്ങളോട് ഇത്തിരി പറയണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്നോടൊപ്പം കൂടുകയല്ലേ? ഒന്ന് റീതിങ്ക് ചെയ്യാൻ കൂടി 1 മിനിറ്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. നീറുന്ന നിങ്ങളുടെ മനസ്സിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂടെ നിന്ന എല്ലാവരെയും നിങ്ങൾ ഒരുപോലെ കണ്ടിരിക്കാം, വിശ്വസിച്ചിരിക്കുക. എന്നാൽ അവർ തിരിച്ചോ? വിശ്വസിക്കണമെന്നില്ല. ഒരുപോലെ അവരെ നിങ്ങൾ കൂടെ കൂട്ടി ചേർത്ത് നിർത്തി. എന്നാൽ അവരെങ്ങനെയായിരുന്നു? അവർ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു നിങ്ങളെ ഉപയോഗിച്ചിരുന്നത്. ഒരുപാട് വിശ്വാസം അർപ്പിച്ചിരിക്കുകയോ? അവരുടെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് അവർ നിങ്ങളോട് ചേർന്ന് നിന്നതും. നിങ്ങളെ വേണ്ടാത്തവർക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ നിങ്ങൾ തുനിയരുത്. കാരണം അവർക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ വില തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെ. നിങ്ങൾ എത്ര സ്നേഹം നൽകിയാലും അത് കാണാതെ പോകുന്ന ചിലരുണ്ട്. നിങ്ങൾ എത്ര നല്ലവരായാലും നിങ്ങളുടെ കുറവുകൾ മാത്രം എടുത്ത് പറഞ്ഞ് നിങ്ങളെ ശകാരിക്കുന്നവരും നിങ്ങളോടൊപ്പം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ എല്ലാവരെയും സന്തോഷിപ്പിക്കുവാനായിട്ട് നിങ്ങൾ തുനിയുന്നത് നിങ്ങൾ മതിയാക്കുക. കാരണം ചിലർക്ക് നിങ്ങളുടെ സന്തോഷത്തെക്കാളും നിങ്ങളുടെ തെറ്റുകളാണ് എണ്ണി പറയുവാൻ താല്പര്യപ്പെടുക. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിലമതിക്കാത്ത ഒരാളുടെ പുറകെയും നിങ്ങൾ ഓടരുത്. നിങ്ങളെ സ്നേഹിക്കുന്നവരും നിങ്ങളെ മനസ്സിലാക്കുന്നവരും എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അവർ നിങ്ങളെ വിട്ട് പിരിയുകയുമില്ല. ഓർക്കുക, ബലമായി പിടിച്ചു നിർത്തുന്ന ബന്ധങ്ങൾക്ക് ആയുസ് കുറവായിരിക്കും. ചിലർ നിങ്ങളെ വിട്ടു പോകുന്നത് അത് നിങ്ങളുടെ നഷ്ടമല്ല, മറിച്ച് നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണെന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എപ്പോഴും നിങ്ങളുടെ ആത്മാഭിമാനം അത് നിങ്ങളുടേത് മാത്രമാണ്. അത് മറ്റുള്ള ആരുടെയും മുന്നിൽ നിങ്ങൾ പണയം വെക്കുവാനായിട്ട് നിൽക്കരുത്. അതുപോലെ നിങ്ങളെ വിട്ടുപോയവരുടെ സ്നേഹം നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നോർത്ത് അവരുടെ മുന്നിൽ യാചിക്കാനും നിൽക്കരുത്. വിട്ടുകൊടുക്കുക. കാരണം നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തുവാൻ അവർക്ക് കഴിയില്ല എന്നതാണ് സത്യം. അങ്ങനെയുള്ളവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തുവാൻ ഒരിക്കലും സാധിക്കില്ല. ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. നിങ്ങളെ വിട്ടുപോയവരെ ഓർത്ത് കരഞ്ഞ രാത്രികളേക്കാൾ എത്രയോ മനോഹരമാണ് നിങ്ങളുടെ സമാധാനപൂർണമായ ജീവിതമെന്ന്. നിങ്ങളെ ചേർത്ത് നിർത്തുക എല്ലാ നാളും എന്ന് കരുതി നിങ്ങൾ ചേർത്ത് നിർത്തിയവർ നിങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ അവരെ വിട്ടുകൊടുക്കുക. അവർ തിരിച്ചറിയുന്ന ഒരു കാലം കണക്ക് പറയുമെന്ന് പറയില്ലേ, അത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് സമാധാനപൂർണമായി തനിയെ ജീവിക്കാൻ പറ്റുന്ന അവസരമുണ്ടെങ്കിൽ അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി തന്നെ സ്വയം ജീവിക്കുവാനായിട്ടുള്ള വഴികൾ കണ്ടെത്തി മുന്നോട്ട് പോകണം. നാം ചേർത്ത് നിർത്തിയവർ ജീവിതകാലം മുഴുവനും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത്. ഒരുപക്ഷെ ആ ചേർത്ത് നിർത്തൽ അവരാഗ്രഹിച്ച പോലെയുള്ള അവരുടേതായ വഴികൾ പടുത്തുയർത്തുന്നതിനും ആ വഴികൾ എത്തുന്നതുവരെ അവരോടൊപ്പം നിങ്ങൾ ഉണ്ടാകണമെന്നും അവരാഗ്രഹിച്ചത് കൊണ്ട് മാത്രമാകാം അവർ നമ്മളോടൊപ്പം കൂടിയത് എന്ന് മാത്രം കരുതുക. അതിനുശേഷം അവർക്ക് അവരുടേതായ രീതിയിൽ വഴികൾ ഉയർന്നു വരുമ്പോൾ ഒരുപക്ഷെ പിന്നീട് അവർ നമ്മളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കണമെന്നില്ല. അതുകൊണ്ട് സമാധാനപൂർണമായ സ്വന്തം ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നേറുക. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. വീഡിയോ കാണുക, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ചില ആളുകൾ നമ്മളെ വിട്ടുപോകുന്നത് നമ്മുടെ പരാജയമല്ല, നമ്മുടെ വില തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ജീവിതത്തിൽ എല്ലാവരെയും പിടിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നവരെയും വിലമതിക്കുന്നവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വാചകങ്ങൾ ഒരു വാചകമല്ല, പലതുണ്ടല്ലേ. അപ്പം ഇവയെല്ലാം നിങ്ങളിലേക്ക് നൽകിക്കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമസ്കാരം. ഓക്കെ, താങ്ക് യു.